മീനിന്റെ പാത്രം എടുക്കട്ടെ. എന്താ കാണാതെ അവിടെ വെള്ളം ഉള്ളിൽ നനച്ചിട്ടില്ല, അത് കൊട്ടാൻ വേണ്ടി പോയിട്ട് എല്ലാം ചെടിക്കെല്ലാം ഞാൻ തന്നെ നോക്കണപ്പാ. ഒരു തുള്ളി വെള്ളം പാരുന്ന ആളൊന്നുമില്ല ആരും. അയ്യോ ഇതെല്ലാം ഒഴിഞ്ഞു പോയില്ലേ. ഈ മീന് വെള്ളം വേണപ്പാ ഒഴിക്കണോ? ഓ ഒരു വെള്ളമില്ല. വേറെ ഒന്നായാലും മീന് വാങ്ങട്ടെ. അതിന്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര തടി കൂടാണ്ട് എന്തെങ്കിലും സാധനം നന്നാവുക. എന്തല്ലാ ചേച്ചി? ഓ ഇങ്ങൾ കണ്ടിട്ട് 2 പൂച്ച വരുന്നുണ്ട്. ആ മത്തിനെയാ വേണ്ടത്. ആ ഇത് എത്ര ഉറുപ്പ്യന്റെയാണ്? ഇതിപ്പോ നിങ്ങളിവിടെ വരുന്നത് എന്ത് നമുക്കൊരു ഇതാണെന്ന് അറിയുന്നുണ്ടാ? 3-4 കൊല്ലായില്ലേ നമ്മൾ നിങ്ങളുമായിട്ട് ഇത്ര പരിചയമായിട്ട്. ആ ഈ കുന്നിന് വരണ്ടേന്നു. വരണ്ടേ? നിങ്ങൾ ഇങ്ങ് താണു വരാന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ ആ കുന്ന് കയറ്റാണ്ടാക്കിയത്. ആ നമ്മൾ 4 കൊല്ലായി മീൻ വാങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കുന്ന് കയറി പോകണം. അതുകൊണ്ട് ഇവർ പറഞ്ഞ് നിങ്ങൾ ഇനി കുന്ന് കയറണ്ട, നിങ്ങളിങ്ങ് ഞാൻ താണു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് 4 കൊല്ലായി നമ്മൾക്ക് മീൻ ഇവിടെ കൊണ്ടുതരുന്ന്. പിന്നെ നല്ല നമ്മളൊരു സ്വന്തം ആളെ പോലെ നമ്മളെ പെരുമാറ്റമുള്ളത്. പൂർവ്വം അങ്ങനെ നമ്മളും അങ്ങനെ ഇതാണ്. നമുക്ക് ചായയെല്ലാം വെച്ച് വെച്ചിട്ടുണ്ട്, ചായയും കടിയുള്ള ചായയെല്ലാം ഇല്ലാത്ത സമയത്തെല്ലാം നമുക്ക് ചായ വെച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടുള്ള വെള്ളം കഞ്ഞിയും വെള്ളം കൊടുത്തിട്ടുണ്ട്. എന്റെ സ്വന്തം മോളെ പോലെയാണ് നമുക്കും അങ്ങനെ നല്ലൊരു കുടുംബം പോലെ അപ്പുറം ഇപ്പുറം ഉള്ളത്. ചേച്ചി ചായ വെക്കണ വേണ്ടല്ലേ? ആ ഞായറാഴ്ച ഏട്ടന് ഒരു കണക്കാന്ന് ഞായറാഴ്ച. അതല്ലേ? എന്നാല് കൊടുക്കണ്ട. പോട്ടെ. നല്ല മീനല്ലേ? മോശമൊന്നുമില്ല, നല്ല അടിപൊളി മത്തിയാണ്. നേരം പെയ്യാ ശരിയാകുന്നില്ല. സോയാബി അത് കുറച്ചെല്ലാം കൊണ്ടിടും. അങ്ങനെ അനങ്ങാണ്ടിരിക്കണ്ട. വാങ്ങിയില്ലേ? കുറച്ചല്ലോ അത് കൊത്തി തരുന്നേനാ. പിന്നെ അതെല്ലാം കൊണ്ടിടുക കേട്ടാ. ഇന്നലെ ഞാൻ തേച്ചും കൊണ്ടിട്ടുണ്ട്. നമുക്ക് വല്ലാതെ ഒരു ഇതായി പോയി. ഞാൻ വരും വിചാരിച്ചു. നിങ്ങൾ ഇത് ആത്തൊന്നും ചെയ്യുന്നില്ല. മടീന്ന് പറഞ്ഞ ഇപ്പൊ എന്തൊരു മടിയാന്ന് പണിയെടുക്കായേ.
വയസ്സ് ഏടെ വയസ്സ് നിങ്ങൾ കാണുമ്പോൾ 60 തോന്നുന്നുണ്ടോ ഇപ്പൊ? തോന്നുന്നില്ല. ഒരു 60 വയസ്സ് തോന്നുന്നില്ല. വയസ്സ് എപ്പോഴും ഒരു വയസ്സ്. മീനങ്ങ് വെക്കട്ടെ. ഇത് പിന്നെ ഇനി കറി വെക്കണ്ടല്ലോ അല്ലേ? ഇത് ഇനി മൊളേഷനോ കുട്ടിക്ക് 2 പോയി. എനിക്ക് വേണ്ടിക്ക് ഒരു 2 കാന്താരി ഉണ്ട് ഇവിടെ വെച്ചിട്ട്. വേണ്ടിക്കില്ലേ? വേണ്ടിക്കില്ലേ? ഓക്കെ. അല്ല അമ്മ പിന്നെ കോഴിക്കെന്തോ ആക്കി വെച്ചെന്ന് പറഞ്ഞിട്ടില്ലേ? കൊടുക്കണ്ടേ അത്? ഇന്നലെ മിഞ്ഞാന്നെ കൊണ്ടുവച്ചിന് ഒരാ കൈന്റെ കൂട്ടില്ല. ഓ കൊല മുറിച്ചിട്ട് ചാപ്പിട്ട് വെക്കാണ്ടൊന്നും കൊടുക്കൂലില്ല. കണ്ടാ ഇത് വേണ്ട. മുറിച്ചിട്ട് വെക്കണം, എന്നാലാണ് ഇതിനെ കൊടുക്കൂല്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കുളച്ചിട്ട് കാര്യമില്ല. വന്ന് ചാക്കില് വെച്ച പോലെ അല്ലേ? 2 കൊലയില്ലേ? ഇത് 2 ഒന്ന് കൊത്താനും ആയിട്ടുണ്ട് കേട്ടാ. കൊത്താനും ആയിട്ടുണ്ട്. ഇത് പോക്ക് കോഴി ഉഷാറായടോ. ഓഹോ അടിപൊളി കോഴിയായി കേട്ടാ. അങ്ങോട്ട് പോകണ്ട അയച്ചു. ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് കണ്ടാ ഈ വെള്ളക്കോഴി ഉണ്ടല്ലോ, വെള്ളക്കോഴി കളറ് കോഴി വിജയിക്ക് 3 എണ്ണം കൊണ്ടിട്ടതാണ് ഇവിടെ. അപ്പോൾ 3 എണ്ണം കൊണ്ടിട്ട് മോക്ക് കളിക്കായെന്ന്. ഈ 2 വെള്ളക്കോയില്ലേ, അത് 3 കോയിനെ എൻ്റെ മോൻ കൊണ്ടുവന്നില്ലേനു മോക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിനെ പൂച്ച പിടിച്ചുകൊണ്ട് പിന്നെ ഇവൾ ഇടുന്ന എൻ്റെ കോയിനെ പൂച്ച പിടിച്ചു എന്നിട്ട് മോള് കരഞ്ഞുകൊണ്ട് പോയിട്ട് ആദ്യം കൊണ്ടുവന്നു ഇവർ 2 കോയിനെ അച്ചാച്ചൻ പോയിട്ട്. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയിട്ട് അച്ചാച്ചൻ്റെ തന്നെ 3 കോഴി അച്ചാച്ചനും മോളും പോയിട്ട് 3 കോഴിനെ ആദ്യം കൊണ്ടുവന്നു. അപ്പോൾ ഓക്ക് സമാധാനമായി. കളറടിച്ച കോഴിയാണ് ആദ്യത്തത്. ഇതെല്ലാവരും പറയുന്നത് ഇത് ബാക്കിയാവില്ല പക്ഷെ ബാക്കിയായില്ല. അതാണ് വെള്ളക്കോഴി. ഇപ്പം എല്ലാം കൂടി ഒരു 6-7 കോഴിയായിട്ടാണ്. മോള് ഇപ്പം മോക്ക് സമാധാനമായി. വീട്ടിൻ്റെ അടുത്ത വരും പിന്നെ കോഴി തീറ്റിയും മറ്റേ ഭക്ഷണവും മറ്റേ ചോറും കറിയും എല്ലാം കൂടി കൊടുത്ത് കോഴി ഉഷാറായി. വെള്ളം പണിയുന്നു. തൊണ്ടക്ക് കുടിക്കുന്നുണ്ടോ? ആ 2 വെള്ളയുണ്ടല്ലോ പൂവനാണ്. ആ പൂച്ച കുടിച്ചത് വന്നാൽ പൂവൻ തന്നെയാണ്. അയ്യോ പൂച്ച കുടിച്ച് പോയില്ലേ. ഞാനും കാപ്പത് ശരിയാണ്. ചേച്ചി നിലത്തായി പോയല്ലോ. അല പൊറുക്കിക്കോളൂ അല്ലേ? ഞാൻ മഴ വരുമ്പോൾ കോഴിയുടെ അടുത്ത് നിന്നതിന് ശേഷമാണ് മഴ വന്നു വിട്ടത്. അപ്പോഴത്തേക്ക് സാരി നനഞ്ഞും പോയി ഇങ്ങ് വന്ന് നോക്കി. പിന്നെ ഈ കോഴീൻ്റെ എല്ലാം കണ്ടിട്ട് പാടെല്ലാം മോനും എല്ലാം പറഞ്ഞ് കോഴീനെ അങ്ങ് കൊടുത്തേ. നേരം നമുക്ക് പിന്നെ തീരെ ഒരു ക്ഷമയില്ല. ഇത്രയും വലിയതായ കോഴീനെ കൊടുക്കാതെ ഇവർക്കും തീരെ കഴിയുന്നില്ലപ്പാ. ഞാൻ പിന്നെ ആ ഭാഗമൊന്നും പോകാൻ എനിക്ക് കഴിയില്ല. മോളും ഞാൻ ചായ
ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ അച്ഛനും മോളും കഴിച്ചു രാവിലെ. നല്ല മോള് വിളിച്ചു കഴിഞ്ഞു. മോളെന്ന് പറഞ്ഞാൽ മോളുടെ വഴിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ ഒരു ചായ തന്നെ കടി കഴിച്ചുണ്ട്. ഇപ്പം പുട്ടും കടലക്കറിയും കഴിക്കാനായിട്ടൊരു ഇനിയിപ്പം കഴിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു കഴിഞ്ഞ് വേണ്ട അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കത്തില്ല. എൻ്റെ മോൾ ഉറങ്ങി. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക.